there was a time I used to be that person, but 2 വർഷത്തെ എൻ്റെ UK ജീവിതം കൊണ്ട് ലൈക്ക് ഞാൻ ലൈഫ് ഒത്തിരി പഠിച്ചു, ഞാൻ ഭയങ്കര ഹമ്പിളായി എന്ന് എനിക്ക് തോന്നുന്നു. Hi, hello, welcome back to my YouTube channel. Okay, so it's New Year. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഡിസംബറിൽ ഒരു 21st തൊട്ട് ബിസി ആയിരുന്നു, കാരണം എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കൽ തൊട്ട് പല പരിപാടികളും ഓൺ ദ സ്പോട്ടിൽ വന്നുകൊണ്ട് ആകെ ബിസി ആയിരുന്നു. പിന്നെ ക്രിസ്മസ് ഒബ്വിയസ്ലി അറിയാമല്ലോ, ഭയങ്കര തിരക്കായിരിക്കും. അതിൻ്റെ തിരക്കുണ്ടായിരുന്നു, കസിൻ്റെ കല്യാണത്തിൻ്റെ തിരക്കുണ്ടായിരുന്നു, ജിമ്മിലെ പരിപാടി, അങ്ങനെ എല്ലാം കൊണ്ടും ആകെ ഇതായിരുന്നു. അപ്പം ഇപ്പം കറൻ്റ്ലി ഇറ്റ്സ് ലൈക്ക് January 5th, റൈറ്റ്? ഇന്നാണ് ഞാൻ ആക്ച്വലി ഒന്ന് റൂട്ടീനിലേക്കായി തുടങ്ങുന്നത്. അപ്പം എനിക്ക് കാര്യമായിട്ട് വലിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നുമില്ല, ബിക്കോസ് ഒരു 2025 ഒരു ഒക്ടോബർ ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ലൈഫ് സ്റ്റൈൽ സെറ്റാക്കിയായിരുന്നു. ലൈക്ക് രാവിലെ എണീക്കുന്നു, ജിമ്മിൽ പോകുന്നു, പിന്നെ ഓരോ ഹാബിറ്റ്സായിട്ട് സ്റ്റാക്ക് ചെയ്ത് ഞാനിങ്ങനെ ജേർണലിങ്ങും പരിപാടിയും ബുക്സും ഒക്കെ ആയിട്ടെല്ലാം ഓൾമോസ്റ്റ് സെറ്റാണ്. പക്ഷേ ഫാൻ ഇട്ടിട്ടില്ല, അതാട്ട് ഇത്ര ചൂട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഞാനൊരു റൂട്ടീനൊക്കെ സെറ്റാക്കിയാണ്. പക്ഷേ ഒബ്വിയസ്ലി ഈ ഹോളിഡേ സീസൺ ആകുമ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു ഇതൊക്കെ പോകുമല്ലോ. അപ്പം ഫൈനലി എൻ്റെ എല്ലാ തിരക്കുമൊക്കെ കഴിഞ്ഞപ്പോൾ ഐ തോട്ട് ഈ ഒരു ജാനുവരി എന്ന് പറയുന്ന മുഴുവൻ റീസെറ്റും കാര്യങ്ങളും അല്ലേ. അപ്പം ഐ തോട്ട് ഐ ഷുഡ് ഡു എ റീസെറ്റ് വ്ളോഗ്, ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ലൈക്ക് ഡൂയിങ് എ ലൈവ്. ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദാറ്റ്. അപ്പം തന്നെ സംസാരിക്കണത്.
because I invested in a mic and everything. So yeah, I don't know I'm doing good or anything, but എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഹലോ. അപ്പം നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഡിന്നർ കഴിച്ചു. സോ അപ്പം ഇന്ന് എനിക്കിനി മിച്ചം ചെയ്യാനുള്ള പരിപാടി, സോ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗേവ് മീ ദിസ് ബുക്ക് ആസ് എ ന്യൂ ഇയർ ഗിഫ്റ്റ്, ആൻഡ് സോ ഐ വിൽ ഷോ യു. സോ ദിസ് ഈസ് എ ബുക്ക്, ഡെയിലി സ്റ്റോയിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പം ആക്ച്വലി 366 മെഡിറ്റേഷൻസ്, അതായത് 1 പേജ് ലൈക്ക് 1 സ്റ്റോയിക് ലെസൺ ഫോർ എ ഡേ, അതായത് ഒരു ദിവസം ഒരു മെഡിറ്റേഷൻ എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റാണ്. സോ ഞാനിത് ദൈവം സഹായിച്ച് ജനുവരി 1 തീയതി തന്നെ തുടങ്ങി. അതിനുള്ള ടൈം ഞാൻ കണ്ടെത്തുന്നുണ്ടായിരുന്നു, കാരണം ആഫ്റ്റർ ഓൾ എത്ര കെയോട്ടിക്കാണ് കല്യാണമൊക്കെ വന്നത്, അതിൻ്റെ ഒരു തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ജേർണലിങ്ങും ഇതും ഞാൻ സ്കിപ്പ് ചെയ്തില്ല. ഓക്കെ, അല്ലെങ്കിൽ അതും കൂടെ പോയിന്ന് എനിക്ക് മൊത്തത്തിൽ ഭ്രാന്തായി പോയേനെ. സത്യം പറയാലോ, ഞാൻ ജേർണലിങ്ങിലാണ് ഇപ്പോൾ ദൈവം സഹായിച്ച് ടച്ച് വുഡ് ഞാൻ സർവൈവ് ചെയ്ത് പോകുന്നത്. ലൈക്ക് ആസ് എ പേഴ്സൺ ഹു ഈസ് വെരി ഇമോഷണൽ, ഓവർ തിങ്കിങ്, സെൻസിറ്റീവ്. എപ്പോഴും നമ്മൾക്ക് അത്ര ഹാപ്പി മൈൻഡ് അല്ലല്ലോ ഒബ്വിയസ്ലി. ഇപ്പം നമ്മൾ അങ്ങനെ വിചാരിച്ചാലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അങ്ങനെ ആയിരിക്കില്ല. സോ ഞാനെപ്പോഴും ഈ ഒരു ജേർണലിങ്ങിലാണ്. ഇപ്പോൾ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഓവർ തിങ്കിങ്, ദേഷ്യം, എന്ത് ഫീലിങ്സ്, എൻ്റെ ഫീലിങ്സ് ഫുള്ള് ജേർണലാണ്. ഐ വിൽ ഷോ യു ദാറ്റ് ലേറ്റർ. അപ്പം ഇതാണ് ബുക്ക്. സോ ബേസിക്കലി ഇത് തീരുക എന്ന് പറയുന്നത് ദൈവം സഹായിച്ച് ഈ വർഷം അവസാനമേ ഇത് തീരുള്ളൂ. കാരണം ജനുവരി 1 എന്ന് പറഞ്ഞതാണ് ഒരു സംഭവം. പിന്നെ അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ ജനുവരി 2, ജനുവരി 3, അങ്ങനെ ഒരു പേജ് ഒരു ദിവസം എന്നുള്ള കണക്കാണ്. അപ്പോൾ പ്രോബബ്ലി അറിയാമല്ലോ ഇത് തീരുക ഡിസംബർ 2026 തീരുള്ളൂ. അപ്പോൾ അതാണ് ഒരു ബുക്ക്. പിന്നെ അല്ലാണ്ട് ഞാൻ ആക്ച്വലി ഒരു എന്താ പറയണ്ടേ, അങ്ങനെ ഒരു മൾട്ടി ടാസ്കിങ് പേഴ്സൺ അല്ല. പക്ഷേ ഇപ്പം ഇതൊരു ഞാൻ ഒരു 1 ബുക്ക് അറ്റ് എ ടൈം എന്നുള്ളൊരു പേഴ്സൺ ആണ്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അത് മാത്രം ചെയ്യാൻ പറ്റില്ല. ആൻഡ് മൈ ഗോൾ ഫോർ ദിസ് ഇയർ ഈസ് ടു റീഡ് 26 ബുക്സ് ദിസ് ഇയർ, ബിക്കോസ് ഇറ്റ്സ് 2026 റൈറ്റ്. അപ്പോൾ അതാണ് എൻ്റെ ഗോള്. സോ ഇതാണിപ്പോൾ വായിക്കുന്ന ബുക്ക്. ഓൾമോസ്റ്റ് തുടങ്ങി കുറച്ച് പേജേ ഉള്ളൂ, 10 പോലും ആയില്ല, തുടങ്ങിയതേ ഉള്ളൂ. ടു മൈ ഡിയറസ്റ്റ് സെൽഫ്. ഇത് ആക്ച്വലി ഒരു മലയാളം ബുക്കാണ്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പം ഞാനിത് വാങ്ങിയായിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ജേർണലിങ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം പല ടൈപ്സ് ഓഫ് ജേർണലിംഗ് ഉണ്ട്. ആൻഡ് ഞാനാണെങ്കിൽ എല്ലാം കൂടെയാണ്. ഇന്ന് എൻ്റെ മൂഡ് എന്താണോ ആ ജേർണലിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പം ഇന്ന് ഐ ഫീൽ ലൈക്ക് ഡൂയിങ് ഡ്രോയിങ് ഓർ സ്കെച്ചിങ് ലൈക്ക് ആണെങ്കിൽ അത് ചെയ്യും. അല്ല ഇന്നിപ്പോൾ ഞാൻ എനിക്ക് എഴുതാനുള്ളതാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. ഇനി ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ, എനിക്കൊന്നും എഴുതാൻ വരുന്നില്ല, അത്രയ്ക്ക് ഒരു ബ്ലോക്ക് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് പിൻട്രസ്റ്റിൽ കയറിയിട്ട് ഒരു കോട്ട്, മോസ്റ്റ് പ്രോബബ്ലി ബൈബിൾ വേഴ്സ് ആയിരിക്കും, അത് എഴുതുക, അങ്ങനെയൊക്കെ. അപ്പം if you guys are interested, I will do a detail. I don't know if anyone is gonna watch this video. I have no clue. പക്ഷെ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു സംഭവമാണ്. കാരണം ആസ് എ പേഴ്സൺ അത് ചെയ്തിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 2 മാസം ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഐ തോട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഐ വിൽ ഡു ഇറ്റ്. ബട്ട് നൗ ദിസ് ഇസ് എന്താ പറയണ്ടേ, റീസെറ്റ്. ഓക്കെ, പിന്നെന്താണ്, അപ്പം ഇന്നെനിക്ക് ആക്ച്വലി ഇന്നത്തെ ഡെയിലി സ്റ്റോയിക്കിൻ്റെ ചെയ്യാനുണ്ട്. അപ്പം വാട്ട് ഐ ഡു ഈസ് അത് വായിക്കും, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ടോ അല്ലെങ്കിൽ ChatGPTയോടൊന്ന് സമ്മറി ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഞാൻ മനസ്സിലാക്കാത്ത അല്ലാത്ത എന്തെങ്കിലും കോർ മീനിങ് വല്ലതും മിസ്സാകണ്ട ഓർത്തിട്ട് അങ്ങനെ കൂടെ വായിക്കും. പിന്നെ ഐ വിൽ ജോട്ട് ഡൗൺ സം തിങ്സ് ലൈക്ക് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ആൻഡ് എവറിത്തിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ജേർണൽ ചെയ്യും. ഇപ്പം ഞാൻ ഇന്ന് മോർണിംഗ് ജേർണൽ ചെയ്തു, അതുകൊണ്ട് ഇന്നിനിപ്പം എനിക്ക് ജേർണൽ ചെയ്യേണ്ട ആവശ്യമില്ല.
പക്ഷേ ഇപ്പം എനിക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും. പക്ഷേ ഇപ്പം എനിക്ക് ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. സോ നാളെ ഉള്ളൂ. പിന്നെ എനിക്ക് ബുക്കിൻ്റെ അതും കൂടെ ചെയ്യാനുണ്ട്. പിന്നെ ടു ഡു ലിസ്റ്റ്, നാളത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് ചെയ്യണം. അത് ഞാൻ ആക്ച്വലി രാവിലെ എണീറ്റിട്ട് ചെയ്താലോ എന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷേ അതർവൈസ് വേണമെങ്കിൽ ഇപ്പം ചെയ്യാം. പക്ഷെ നൗ ഐ എം എന്താ പറയണ്ടേ, ഞാൻ ഫ്രണ്ട്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് എന്താ പറയണ്ട, ഞാൻ അതിൻ്റെ ഒരു മൈൻഡിലിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ്. വർക്ക് പരിപാടിയിലൊക്കെ ആയിരുന്നു. കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു വർക്കിൻ്റെ റിലേറ്റഡ്, എഡിറ്റിങ്ങും പരിപാടിയൊക്കെ. അപ്പം അതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ ഒഫീഷ്യലി എൻ്റെ റീസെറ്റ് കഴിഞ്ഞു. ബിക്കോസ് എനിക്ക് മെയിനായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറയുന്നത് എൻ്റെ ഡെസ്ക് ഒന്ന് ശരിയാക്കണം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ലൈക്ക് എൻ്റെ ഡെക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം, ഒന്ന് ഡീക്ലട്ടർ ചെയ്യണം. അതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി. പിന്നെ ഇനിയിപ്പോൾ ലഞ്ച് അങ്ങനെയൊക്കെ. അപ്പം എനിക്കെന്താ, ഞാൻ ആക്ച്വലി എൻ്റെ യൂഷ്വലി വ്ളോഗ്സൊക്കെ എഡിറ്റ് ചെയ്ത് തരുമ്പോൾ 5 മിനിറ്റൊക്കെ വരത്തുള്ളൂ. ഇതിപ്പോൾ എനിക്ക് ഒത്തിരി ലെങ്തി ആവും എന്നുള്ളത് കൊണ്ട് എനിക്കിനി കൂടുതൽ ഷൂട്ട് ചെയ്യാനൊരു ഭയങ്കര ഹെസിറ്റേഷൻ. അപ്പോൾ അത് വേണോ വേണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐ തിങ്ക് ഐ വിൽ സ്റ്റോപ്പ് ദ വ്ളോഗ് ഹിയർ.
അതായത് ബേസിക്കലി ഇത്ര ഉള്ളായിരുന്നു, ജസ്റ്റ് ഒരു റാൻഡം ഡേ വിത്ത് റീസെറ്റ് പർപ്പസ് എന്നുള്ളൊരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അറിയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ ഈ വർഷത്തെ ഒരു ഗോൾസിൽ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ലൈക്ക് എനിക്ക് ബുക്സ് ഒരു 26 ബുക്സ് വായിക്കണം എന്നുണ്ട്. അതുപോലെ എനിക്കൊരു ഗോള്, എനിക്ക് ദൈവം സഹായിച്ച് യൂട്യൂബിൽ കുറച്ച് ഒന്ന് ഫോളോവേഴ്സ് അല്ലല്ലോ, എന്നാൽ യൂട്യൂബിൽ കുറച്ചുകൂടെ ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ ഇതിലേക്ക് ഇറങ്ങി. എനിക്ക് എല്ലാവരും കുറേ സപ്പോർട്ടൊക്കെ, അതായത് അമ്മേൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഒക്കെ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയതുകൊണ്ട് ഓക്കെ ഐ തോട്ട് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ സംടൈംസ് എന്താ പറയണ്ടേ, ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻസൊക്കെ വരും. അപ്പോൾ അപ്പോൾ അതാണ് ആക്ച്വലി ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് പല വേർഡ്സും റെപ്പറ്റീഷനാണ്. അതായത് ഞാൻ കുറേ തവണ പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ കുറച്ച് ടെൻഷൻ ആകുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടത് ഞാൻ ഒന്ന് ആലോചിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അതാണ് ഇങ്ങനെ സ്പീഡപ്പായിട്ട് പറയാത്തത്. അതർവൈസ് ഞാൻ നോർമൽ കോൺവെർസേഷൻസ് സ്പീഡായിട്ട് സംസാരിക്കുന്നതാണ്. ഓക്കെ അപ്പോൾ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നു ഞാനിതൊക്കെ ചെയ്യുന്നല്ലോ എന്ന് ഓർത്തിട്ട്. ബിക്കോസ് ഇതെൻ്റെ കംഫർട്ട് സോൺ വിട്ടിട്ടുള്ളൊരു പരിപാടിയാണ്. ആക്ച്വലി എനിക്ക് വ്ളോഗിങ് ഇതൊക്കെ എനിക്ക് ആഗ്രഹമുള്ളായിരുന്നു ഒരു 2020-ലൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു, നമ്മളാരും പിടിച്ച് റോസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ട്രോളലും പരിപാടിയൊക്കെ. പിന്നെ അധികം അങ്ങോട്ട് സപ്പോർട്ടൊന്നും വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ഭയങ്കര ഈ ഒരു കോൺസെപ്റ്റ് ഭയങ്കര നോവൽറ്റി ആയിരുന്നല്ലോ. പക്ഷെ ഇപ്പം ഈ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇതുമായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആയി. എല്ലാവരും ഇപ്പോൾ ഇത് ഭയങ്കര എന്താ പറയണ്ടേ, ഇപ്പം എല്ലാവരും ഭയങ്കര ചെയ്യുന്നൊരു സംഭവമായപ്പം. പക്ഷെ ഇപ്പോൾ ഒത്തിരി സാച്ചുറേറ്റഡും ആയി. എനിക്കപ്പം പേഴ്സണലി തോന്നുന്നു ഞാൻ ഒത്തിരി ലേറ്റ് ആയോന്ന്. പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ സഹായിച്ചെൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി ചെയ്തൊരു പരിപാടിയാണ്. അതപ്പോൾ ആദ്യം ഫേസ് ഒന്നും കാണിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഫേസ് കാണിക്കുന്നു, സംസാരിക്കുന്ന ലൈവായിട്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് വിൻ ഫോർ മീ പേഴ്സണലി. ആൻഡ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ കോണ്ടന്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം എൻ്റെ ലൈഫ് അത്ര വലിയ അടിപൊളി എന്നും ട്രാവല് അല്ലെങ്കിൽ ട്രിപ്പ് അങ്ങനത്തെ ഒരാളെ അല്ല ഞാൻ. ഓക്കെ, ഐ എം മോർ ലൈക്ക് എ ഹോം ബഡി പേഴ്സൺ. പിന്നെ വർക്ക് ആണെങ്കിലും ഞാൻ ഇപ്പോൾ പാർട്ട് ടൈം അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെയാണ് വർക്കൊക്കെ ചെയ്യണത്. കൂടുതലും വർക്ക് ഫ്രം ഹോം പോലത്തെ സമയം ഫ്രീലാൻസ് പരിപാടിയാണ്. അപ്പം എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് എന്നും മിക്കവാറും ഈ റൂട്ടീനൊക്കെ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലും നാളെ എന്ത് ചെയ്യും, സെയിം കോണ്ടന്റ് അല്ല, അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു തോട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും കോണ്ടന്റ് ഇടാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. സോ ഇഫ് യു ഗൈസ് ഹാവ് എനി ഐഡിയാസ് ഓർ സജഷൻസ് ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ നോക്കാം, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ. ഞാൻ ഇനി ചിന്തിക്കാത്ത എന്തെങ്കിലും ആണെങ്കിലും നോക്കാമല്ലോ. സോ ഞാൻ കൂടുതലും മൈ ചാനൽ ഈസ് ഓൾ അബൌട്ട് വെൽനെസ്, മെൻ്റൽ ഹെൽത്ത്, എന്താ പറയുക, ഈ ലൈക്ക് ഒരു എന്നാ പറയണ്ടേ, സിമ്പിൾ ലൈക്ക് ലിറ്റിൽ തിങ്സ്, അങ്ങനെ ആ ഒരു കോൺസെപ്റ്റാണ് എനിക്ക്. അല്ലാതെ വലിയ ബ്ലാസ്റ്റ് കാര്യങ്ങൾ ഒന്നും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ അല്ല എൻ്റെ ഒരു ലൈഫ്. ഐ നോ ദാറ്റ് അവിടെ ഇങ്ങനെ പല ആൾക്കാരുണ്ട് ട്രാവൽ ചാനൽ മാത്രം ഉള്ളതെന്നും. അതൊന്നും അല്ല ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ആക്ച്വലി എനിക്കിഷ്ടം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല. വളർന്നു വന്ന ഒരു സാഹചര്യം. അപ്പോൾ ഞാനിപ്പോൾ ഇതായിട്ട് യൂസ്ഡായി. എനിക്കിപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലക്ഷറി ലൈക്ക്. അപ്പോൾ എനിക്ക് ടു ബി ഓണസ്റ്റ്ലി പറഞ്ഞാൽ നല്ലൊരു വർക്കൗട്ട്, പിന്നെ ബുക്സൊക്കെ വായിച്ച് ജേർണലൊക്കെ ചെയ്ത് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഒന്ന് മനസ്സമാനത്തോടെ നല്ല ഫുഡും കഴിച്ചിരിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് എനിക്കിപ്പോഴത്തെ എന്നെ സംബന്ധിച്ച് എൻ്റെ ലക്ഷറി. ഓക്കെ, സോ അതിനുവേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അല്ലാണ്ട് ഐ എം നോട്ട് ഇൻ ടു ദാറ്റ് എന്താ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് സംഭവത്തിനോട് എനിക്കിപ്പോൾ അത്രയില്ല. ദർ വാസ് എ ടൈം ഐ യൂസ് ടു ബി ദാറ്റ് പേഴ്സൺ. ബട്ട് 2 വർഷത്തെ എൻ്റെ UK ജീവിതം കൊണ്ട് ലൈക്ക് ഞാൻ ലൈഫ് ഒത്തിരി പഠിച്ചു. ഞാൻ ഭയങ്കര ഹമ്പിളായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആയിരുന്ന പേഴ്സൺ ബിഫോർ ആൻഡ് ആഫ്റ്റർ വെച്ച് നോക്കും. എന്ന് വെച്ചാൽ അത് ചെയ്യുന്നത് തെറ്റാണെന്നല്ല, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അപ്പം എനിക്കറിയില്ല എന്നെ കാണുന്ന ആൾക്കാരും അങ്ങനെയുള്ളവരുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, ഒരു കമ്മ്യൂണിറ്റി ലൈക്ക് യു ആർ നോട്ട് എലോൺ, ഓക്കെ, ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്നൊന്ന് കാണിക്കാം എന്നുള്ളൊരു സംഭവം. സോ അപ്പം അത്രയേ ഉള്ളൂ വ്ളോഗ്. ഹോപ്പ് യു എൻജോയ് ഇറ്റ്. ബോറല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇഫ് യു ഗൈസ് ഹാവ് എനി സജഷൻസ്, എൻ്റെ എന്തെങ്കിലും തിരുത്താൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പ്ലീസ് ഡോണ്ട് ബി ഹാഷ് ഓൺ മീ. കാരണം എനിക്കിത് ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.